താരസംഘടന അമ്മയിൽ ആഭ്യന്തര കലഹം രൂക്ഷമാകുന്നതിനിടെ നേതൃത്വം മാറണമെന്ന ആവശ്യവുമായി അംഗങ്ങൾ. പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ അടുത്ത മാസം ചേരുന്ന ജനറൽ ബോഡി യോഗം നേതൃത്വത്തെ മാറ്റാൻ തീരുമാനിച്ചേക്കും. വിവാദങ്ങൾ രൂക്ഷമായ സാഹചര്യത്തിൽ നേതൃത്വം മാറണമെന്ന ആവശ്യം പല അംഗങ്ങളും ഉന്നയിക്കുന്നുണ്ട്. അടുത്ത മാസം 21-ന് നടക്കുന്ന ജനറൽ ബോഡി യോഗത്തിന് മുൻപ് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമം തുടരുകയാണ്. അൻസിബ ഹസന്റെ പരാതി എക്സിക്യൂട്ടീവ് കമ്മിറ്റി പരിശോധിക്കുമെന്നുള്ളതാണ് വിശദീകരണം. അതേസമയം കൊച്ചിയിലുണ്ടായിരുന്നിട്ടും സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുമില്ല. അർജുൻ മട്ടന്നൂർ വിവരങ്ങൾ നൽകും. അർജുൻ, അപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ ചോദിക്കുന്ന ഇതെന്തൊരു സംഘടനയാണ്? ഈ സംഘടനയ്ക്കുള്ളിലുള്ള ആളുകൾ തമ്മിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുള്ളതാണ്. ഈ അൻസിബ ടിനി ടോമിനെതിരെ ആരോപണം ഉന്നയിക്കുന്നു. പിന്നെ പല താരങ്ങളും കക്ഷി ചേരുന്നതാണ് നമ്മൾ കണ്ടത്. അൻസിബയ്ക്ക് പിന്തുണയുമായി നീനാക്കുറുപ്പ് വരുന്നു. ടിനി ടോമിനോടൊപ്പം ഇതാ ലക്ഷ്മിപ്രിയയും പ്രിയങ്കയും പോലുള്ള താരങ്ങൾ ഒത്തുചേരുന്നു. അപ്പോൾ പ്രശ്നം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സംഘടനയ്ക്കുള്ളിൽ നടക്കുന്ന ചർച്ചകൾ എങ്ങനെയാണ്? നേതൃത്വം മാറുമോ? ഈ സൂപ്പർ താരങ്ങൾ, മുതിർന്ന താരങ്ങൾ എങ്ങനെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്? ഷിഹാസ്, അമ്മ സംഘടനയിൽ നേരത്തെ തിരഞ്ഞെടുപ്പിന് മുൻപുണ്ടായിരുന്ന ചേരിപ്പോര് അതേ രീതിയിൽ ഇപ്പോഴും തുടരുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. നേരത്തെ മോഹൻലാൽ അടക്കം പ്രസിഡന്റ് സ്ഥാനത്തുണ്ടായിരുന്നപ്പോൾ മറ്റ് താരങ്ങൾ ഒരു പരിധിക്കപ്പുറത്തേക്ക് ചേരിപ്പോരിനോ അല്ലെങ്കിൽ ചേരിതിരിഞ്ഞുള്ള ആക്രമണത്തിലേക്കോ നീങ്ങിയിരുന്നില്ല. പക്ഷേ മോഹൻലാൽ അടക്കം മാറി അവിടെ ഒരു തലമുറ മാറ്റം തന്നെ സംഘടനാ നേതൃത്വത്തിൽ ഉണ്ടായപ്പോഴാണ് ഈ പ്രശ്നം അതിരൂക്ഷമായി മാറിയത്. എന്തായാലും വനിതാ നേതൃത്വം വന്നപ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു. ഏതാണ്ട് ഒരു വർഷം പോലും പിന്നിടുന്നതിന് മുൻപ് തന്നെ ആരോപണങ്ങളും വിവാദങ്ങളും നിറയുകയാണ്. സ്വാഭാവികമായും നേതൃത്വം തമ്മിൽ ഒരു ഐക്യമില്ലായ്മ, പ്രത്യേകിച്ച് പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും തമ്മിൽ ഈഗോയാണ്. ഇരുവരും തമ്മിൽ ഐക്യമില്ല എന്ന ഒരു ആരോപണമാണ് അല്ലെങ്കിൽ ഒരു പ്രശ്നമാണ് ഇപ്പോൾ സംഘടനക്കുള്ളിൽ നിന്ന് ഉയരുകയും ചെയ്തത്. സ്വാഭാവികമായും അടുത്ത മാസം 21-നാണ് ജനറൽ ബോഡി യോഗം ചേരാൻ പോകുന്നത്. കൊച്ചിയിൽ വെച്ച് തന്നെയാണ് യോഗം. അതിൽ അമ്മയുടെ മുഴുവൻ അംഗങ്ങളും ആ ജനറൽ ബോഡി യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യും. അതിനു മുൻപ് ഈ പ്രശ്നം പരിഹരിക്കുകയാണ് ഇപ്പോഴത്തെ നേതൃത്വത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിന് അൻസിബ ഹസന്റെ പരാതി കേൾക്കാൻ ഒരുങ്ങുന്നു. അതോടൊപ്പം തന്നെ നീനാക്കുറുപ്പ് അടക്കം ഈ വിഷയത്തിൽ ഉൾപ്പെട്ട അല്ലെങ്കിൽ പരസ്യമായി പ്രതികരിച്ച മുഴുവൻ പേരെയും കേൾക്കാനും എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും പ്രശ്നപരിഹാരത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ സ്വാഭാവികമായും അത് അടുത്ത മാസം 21-ന് ചേരുന്ന അമ്മ ജനറൽ ബോഡി യോഗത്തിൽ ചർച്ചയാകുമെന്ന കാര്യം ഉറപ്പാണ്. സൂപ്പർ താരങ്ങളടക്കം പങ്കെടുക്കുന്ന യോഗമാണ്. അങ്ങനെയാണെങ്കിൽ ആ യോഗത്തിൽ ഒരു നിർണായക തീരുമാനത്തിലേക്ക് സംഘടന കടക്കുകയും ചെയ്യും. അത് ഒരു പക്ഷേ നേതൃത്വത്തെ മാറ്റുന്ന കടുത്ത തീരുമാനത്തിലേക്ക് വരെ മാറാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒരു പക്ഷേ ആരെങ്കിലും രാജി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. അത്തരമൊരു സാധ്യതയിലേക്ക് അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് പ്രശ്നം പരിഹരിക്കുകയാണ് ലക്ഷ്യം. പക്ഷേ എന്തായാലും ഇന്നലെ കൊച്ചിയിൽ ഉണ്ടായിരുന്നിട്ടും മോഹൻലാലും മമ്മൂട്ടിയും അടക്കമുള്ള സൂപ്പർ താരങ്ങളൊന്നും തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടതായി നമുക്ക് അറിവില്ല. എന്തായാലും ഈ വിഷയത്തെക്കുറിച്ച് പരസ്യമായി പ്രതികരിച്ചിട്ടില്ല. പക്ഷേ സംഘടനയിലെ ഏതെങ്കിലും ആളുകളെ ഈ വിഷയത്തിൽ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല. ശരി അർജുൻ, എന്താണെങ്കിലും ഈ മാലാപാർവതിയെ പോലുള്ള മുതിർന്ന താരങ്ങളൊക്കെ ഈ ഒരു പരസ്പരമുള്ള ഈ ഒരു തമ്മിലടിയിൽ വലിയ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ സ്ത്രീകൾ നേതൃത്വത്തിലേക്ക് വരുന്നതിന് വേണ്ടി പ്രവർത്തിച്ചതിൽ ഇപ്പോൾ ബുദ്ധിമുട്ട് തോന്നുന്നു, നാണക്കേട് തോന്നുന്നു. ഇവർ മാറി അടുത്ത ആളുകൾ വരുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ല, മനുഷ്യത്വമുള്ള ആളുകൾ ഈ നേതൃത്വത്തിലേക്ക് വരട്ടെ എന്നൊക്കെയാണ് അൻസിബ ഇന്നലെ റിപ്പോർട്ടറിനോട് പ്രതികരിച്ചപ്പോഴും പറഞ്ഞത്. നോക്കാം, കാത്തിരിക്കാം എന്ത് സംഭവിക്കും.